സെമി ഫൈനൽ സ്റ്റേജ് ഘട്ട മത്സരം തുടരുകയാണ്. ഇന്നത്തെ എപ്പിസോഡിൽ അടുത്തതായി ന്യൂ സോങ് റിലീസ് റൗണ്ടിലെ പെർഫോമൻസ് ആണ്. അതിനുവേണ്ടി നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം ശ്രുതി. ഹായ് ശ്രുതി. ശ്രുതി സെക്കൻഡ് പെർഫോമൻസ് റെഡിയായി വന്നിരിക്കുകയാണ് അല്ലേ? ഇതിപ്പോൾ ന്യൂ സോങ് റിലീസ് റൗണ്ടിലാണ്. സോങ്ങിനെ കുറിച്ച് പറയും. ഇത് കണ്ണൂർ നൗഷാദ് സാർ മ്യൂസിക് ചെയ്ത് OM കരുവാരക്കുണ്ട് സാർ ലിറിക്സ് എഴുതിയ പാടുന്നത് പാപമാണോ എന്നുള്ളൊരു പാട്ട്. ഓക്കെ, അപ്പം മെലഡി ആണോ? ഇത് കുറച്ച് ഫാസ്റ്റാണ്. കുറച്ച് ഫാസ്റ്റാണ്. മെലഡിയാണ്. ഓക്കെ, എന്തായാലും നന്നായിട്ട് പഠിച്ചല്ലോ അല്ലേ? നന്നായിട്ട് പഠിച്ചു. ഓക്കെ സർ. ശ്രുതി, ഓൾ ദി ബെസ്റ്റ്. കമ്പോസ് ചെയ്ത ആരാണത്? നൗഷാദ് കണ്ണൂർ. നൗഷാദ് കണ്ണൂർ. എന്തായാലും നമുക്ക് പ്രതീക്ഷിക്കാം പുതിയ ഒരു ന്യൂ സോങ് ഈ ലോകത്തിലേക്ക് വരികയാണ് അല്ലേ? ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. താങ്ക് യു സർ. ഷാൻ സർ. മകളെ സർ. ശ്രുതിയൊക്കെ കൊണ്ടാണല്ലോ വന്നതല്ലേ? അതെ അതെ. അപ്പം പിന്നെ എന്താണ് മോളെ പാട്ടിൻ്റെ തീം എന്താണ്? പണ്ട് കാലത്ത് കുറച്ച് ആൾക്കാർക്ക് ഈ പാട്ടിനോട് കുറച്ച് വിരോധം ഉണ്ടായിരുന്നു. അപ്പം പാട്ട് പാടുന്നത് പാപമാണോ എന്നുള്ളൊരു ചോദ്യമാണ് പാട്ടിന്. ഓക്കെ, ശരി. അപ്പം കുറച്ച് ഫാസ്റ്റാണ് അല്ലേ? പഠിക്കാൻ കുറേ സമയം എടുത്തോ? കുറച്ച് സമയം എടുത്തു. അപ്പോൾ ഓക്കെ, നമുക്ക് എന്നാലും ഒന്ന് കാണാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഷാൻ സർ. രാണത്ത. ശ്രുതി, നൗഷാദിൻ്റെയും OM നല്ലൊരു പാട്ടായിരിക്കും. നല്ല മെലഡി ആയിട്ടുള്ള അല്ലേ? അങ്ങനെ സ്ലോ അങ്ങനെയല്ലേ പറഞ്ഞേ ശ്രുതി? കുറച്ച് ഫാസ്റ്റ് എന്നാ പറഞ്ഞേ. ഓക്കെ, അപ്പോൾ എന്തായാലും പ്രാക്ടീസ് ചെയ്ത് കാണുമല്ലോ അല്ലേ? നന്നായിട്ട് പാടും കേട്ടോ. താങ്ക് യു രാണത്ത. ഫൈസൽ മാഷേ. സംഗീതത്തോട് നമ്മുടെ ഇത്തരം കലാ സംവിധാനങ്ങളോടൊക്കെ എതിർപ്പുള്ള കൂട്ടർ ഏത് വിഭാഗത്തിലും ഉണ്ടായിട്ടുണ്ട്. അതിനെ മനസ്സിലാക്കുന്നതിലുള്ള പ്രശ്നങ്ങളാണ്. അതിനെക്കുറിച്ചായിരിക്കണം ഈ പാട്ട്. അതിൻ്റെ ഉദ്ദേശത്തെക്കുറിച്ചും മറ്റു കാര്യങ്ങളെക്കുറിച്ചൊക്കെ എങ്ങനെ മനസ്സിലാക്കുന്നുള്ളത്. ഇപ്പോഴും പല പ്രദേശങ്ങളിലും പാട്ടിനൊക്കെ എതിർക്കുന്ന ആളുകളുണ്ട്. ഹിറ്റായ ഒരുപാട് മാപ്പിളപ്പാട്ടുകൾ നമുക്ക് തന്ന പ്രഗത്ഭനായ ഒരു മ്യൂസിക് ഡയറക്ടറാണ്. അദ്ദേഹത്തിൻ്റെ 14 രാവിലെ നമ്മുടെ ഒരു ഷോയിൽ അദ്ദേഹം ആദ്യമായിട്ടാണ് ഒരു പാട്ട് ചെയ്യുന്നത്. അതൊരു ഭാഗ്യമാണ്. അങ്ങനെ ശ്രുതിയുടെ പാട്ടും ഹിറ്റായാൽ ശ്രുതി രക്ഷപ്പെട്ടു എന്ന് പറയാം. അപ്പോൾ അതിന് ഇടയാവട്ടെ. അങ്ങനെയൊക്കെ ഭംഗിയായി OM ഈ രണ്ട് ടീമും OM പിന്നെ ഞാൻ പറയേണ്ടതില്ല, എല്ലാവർക്കും അറിയാമല്ലോ. അപ്പം മോൾക്ക് അതുപോലെ അവരൊക്കെ വിചാരിച്ചതുപോലെ ഞങ്ങളൊക്കെ ആഗ്രഹിക്കുന്നത് പോലെ പാടാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. താങ്ക് യു ഫൈസൽ മാഷ. എന്തായാലും നല്ലൊരു തീമാണ്. എന്തൊക്കെ കോൺസെപ്റ്റ്സ് ആണ് നമ്മൾ ഈ ഒരു ന്യൂ സോങ് റിലീസ് റൗണ്ടിലൂടെ വരുന്നത് അല്ലേ? അപ്പോൾ എന്തായാലും എങ്ങനെയുണ്ട് പാട്ടെന്ന് നമുക്കൊന്ന് കണ്ടുവെക്കാം. നൗഷാദ് കണ്ണൂർ മാപ്പിളപ്പാട്ട് രംഗത്തെ വളരെ പ്രശസ്തമായ ഒരു പേരാണത്. അദ്ദേഹത്തിൻ്റെ ഒരു തിരിച്ചു വരവാണ് ഈ പാട്ടിലൂടെ ഞാൻ കാണുന്നത്. പാടുന്നത് പാപമാണോ എന്നാണ് ഈ പാട്ടിൻ്റെ ആദ്യ വരിയിൽ തന്നെ ചോദിക്കുന്നത്. ഈ ചോദ്യം കേൾക്കുമ്പോൾ പലർക്കും ഒരു സംശയമുണ്ടാവും, എന്താണ് പാടുന്നത് പാപം? പാടുന്നത് പാപമാണോ എന്നുള്ള ചോദ്യം. വാസ്തവത്തിൽ പാട്ട് ഖുർആനിൽ കവിതയുണ്ട്, ബാങ്കിൽ കവിതയുണ്ട്, അതുപോലെ തന്നെ ദിക്ർ, ദുആ എല്ലാത്തിനും ഒരു ഈണമുണ്ട്. ആ ഈണം അതിമനോഹരമാണ്. പക്ഷേ പാട്ടിലൂടെ തന്നെ അപഥസഞ്ചാരം നടത്തിയപ്പോൾ ബഹുമാന്യരായ പണ്ഡിതന്മാരും അതുപോലെ തന്നെ ഇതിനെക്കുറിച്ച് അറിയുന്ന കുറേ ആളുകളും പാട്ടിനൊരു അലർജി ഉണ്ടാക്കി. ഇവിടെ പാട്ട് നേർവഴിക്ക് നടത്തണം എന്നുള്ള ഒരു ഉദ്ദേശമാണ് അവരുടെ മനസ്സിൽ എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഒരുപാട് നല്ല ഗാനരചയിതാക്കളുടെയും സംഗീത സംവിധായകരുടെയും നിരവധി ഗാനങ്ങൾ അവരുടെ ഭാവനയുടെ ഗർഭപാത്രത്തിൽ മരണമടയുമ്പോൾ ഇങ്ങനെയെങ്കിലും ഒരു പിടി ഗാനങ്ങൾ 14-ാം രാവ് എന്ന ഈ പ്രോഗ്രാമിലൂടെ മാപ്പിളപ്പാട്ടിന് സംഭാവന നൽകുവാൻ സാധിച്ച മീഡിയ വണ്ണിനും ഇതിൻ്റെ പ്രോഗ്രാം പ്രൊഡ്യൂസറായ ജ്യോതി അദ്ദേഹത്തിനും ഞാൻ ഈ അവസരത്തിൽ അഭിനന്ദനം അറിയിക്കുക. പാടുന്നത് പാപമാണോ പാപിയാണോ ഞാനല്ലാ, സ്വരമാധുരി തന്ന റബ്ബ് സ്തുതി നിന്നില്ല അല്ലാ. പാടുന്നത് പാപമാണോ പാപിയാണോ ഞാനല്ലാ, സ്വരമാധുരി തന്ന റബ്ബ് സ്തുതി നിന്നില്ല അല്ലാ. പാടുന്നത് പാപമാണോ പാപിയാണോ ഞാനല്ലാ,
പാടുന്നത് പാപമാണോ പാപിയാണോ ഞാനല്ല. സ്വരമാധുരി തന്ന റബ്ബേ സ്തുതി നിന്നില്ല അല്ലാ. സ്വരമാധുരി തന്ന റബ്ബേ സ്തുതി നിന്നിൽ യാ അല്ലാ. ശുക്റുകളോതേണം ഇലാഹിൽ മനസ്സ് തുറക്കേണം. മദ്ഹുകൾ പാടേണം ഹബീബിൻ പിരിശവും നേടേണം. ശുക്റുകളോതേണം ഇലാഹിൻ മനസ്സ് തുറക്കേണം. മദ്ഹുകൾ പാടേണം ഹബീബിൻ പിരിശവും നേടേണം. എനിക്കെൻ ചൊടികളിൽ ഇശൽ പൂക്കേണം. ഏറ്റം ഷറഫുറ്റ മൊഴി പാടണം. ബദറിൻ വീരവും മുഹദിൻ നോവും ഇശലിൻ മുത്തായി കോർക്കേണം. ബദറിൻ വീരവും മുഹദിൻ നോവും ഇശലിൻ മുത്തായി കോർക്കേണം. ഇശലിൻ്റെ മുത്തായി കോർക്കേണം. ശ്രുതി, OM മാഷും നൗഷാദ് കണ്ണൂർ രണ്ടുപേരുടെയും ഒരു വർക്കാണ് ശ്രുതിക്ക് കിട്ടിയിട്ടുള്ളത്. ഹിറ്റുകൾ സമ്മാനിച്ച രണ്ടുപേരും അല്ലേ? അപ്പോൾ ഈ ഒരു സോങ്ങും ഹിറ്റ് ആവട്ടെ. എന്തായാലും നന്നായിട്ട് പാടിക്കൊള്ളൂ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. പാടുന്നത് പാപമാണോ പാപിയാണോ ഞാനല്ല.
പാടുന്നത് പാപമാണോ? ഓക്കെ, എന്തായാലും നല്ല എനർജറ്റിക് ആയിട്ട് പാടി. നമുക്ക് കമൻസ് അറിയാം. ഇത് ശ്രുതിയുടെ സെമി ഫൈനൽ സ്റ്റേജിലെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ പെർഫോമൻസ് ആണ്. കമൻസിലേക്ക് പോവാം. ഓക്കെ സർ. ശ്രുതി നല്ല ബ്രൈറ്റായിട്ട് പാടിയ മോള്, നല്ല സുഖമുണ്ടാവും കേൾക്കാൻ. വോയിസൊക്കെ ഓപ്പൺ ആയിരുന്നു. പക്ഷേ ഓപ്പൺ ആകുമ്പോൾ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ട പിച്ചിങ് ആണ്. അവിടെ മോള് കുറച്ചൊന്ന് താഴുന്നുണ്ട്. ഞാൻ മോൾ 2 പാട്ട് കേട്ടപ്പോഴും എനിക്ക് ഫീൽ ചെയ്തത് അതാണ്. അപ്പോൾ പെർഫെക്ഷൻ നേരത്തെ സോങ്ങിനേക്കാളും കുറച്ചുകൂടെ താഴോട്ട് പോയിട്ടുണ്ടോ എന്ന് സംശയം എനിക്ക് ഈ സോങ്ങിൽ. പെർഫെക്ഷൻ കുറച്ചുകൂടെ മസ്റ്റായിട്ട് വേണം. കാര്യം ഈ പ്രത്യേകിച്ച് ഈ രാഗത്തിലുള്ള നോട്ട്സ് പരേ മരേ നിരേ മരേ നിരേ രേ നിസപ പാടുന്നത് പാപമാണോ തരി തരീര. അത് വളരെ ശ്രദ്ധിക്കണം. ആ നോട്ട് രേ സാനി പ വളരെ പെർഫെക്റ്റ് ആയിട്ട് പാടണം. പാടിയാൽ ഭയങ്കര സുഖമായിരിക്കും ഇത് കേൾക്കാൻ വേണ്ടിയിട്ട്. ബൈരാഗി ഭൈരവിൻ്റെ ഒരു മൂഡുള്ള ഒരു സോങ്ങാണിത്. എനിവേ, ഗാഡ് ബ്ലസ്. താങ്ക് യു സർ. രണത്ത? നല്ലൊരു പാട്ട് കേട്ടോ നൗഷാദിൻ്റെ. പിന്നെ ശ്രുതിയെ ഫസ്റ്റ് പാടുന്ന അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. എനർജി, ആ ഒരു ക്വസ്റ്റ്യൻ ശരിക്കും പാപമാണോ എന്ന് ചോദിക്കുന്നത് തന്നെ അത് നന്നായിട്ട് തന്നെ ശ്രുതി ചെയ്ത് പാടിയിട്ടുണ്ട്. കുഞ്ഞു പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്, അത്രേ ഉള്ളൂ കേട്ടോ. ഓക്കെ, താങ്ക് യു രണത്ത. ഷാൻ സർ? കുറച്ച് പ്രശ്നങ്ങൾ ഈ കഴിഞ്ഞ പാട്ടിൻ്റെ ആ ഒരു ക്വാളിറ്റി ലെവൽ എന്തായാലും ഈ പാട്ടിന് ഇല്ല. പിന്നെ ഇതിപ്പോൾ പാടി അതിൻ്റെ ആ ഒരു രണത പറഞ്ഞാൽ ആ പാടുന്നത് എന്നൊക്കെ പറയുന്നത് അതൊക്കെ നല്ല രസമുണ്ട്. അതിന് കൊടുത്തിരിക്കുന്ന ആ ഒരു അറ്റാക്കൊക്കെ നല്ല രസമുണ്ട്. ഇടയ്ക്ക് ടുവേർഡ്സ് ദി എൻഡ് കുറച്ച് പാളിച്ചകൾ സംഭവിച്ചു. കുറച്ചുകൂടെ ശ്രദ്ധിക്കാമായിരുന്നു എന്ന് തോന്നുന്നു, സെമി ആയതുകൊണ്ട്. റൈറ്റ്. താങ്ക് യു ഷാൻ സർ. ഫൈസൽ മാഷെ? രഹന പറഞ്ഞ പോലെ നല്ലൊരു പാട്ടാണ്, ഒരു മെസ്സേജാണ്. ശരിക്കും ഒരു വ്യത്യസ്തമായ ഒരു മെസ്സേജ് എന്ന് പറയും. ഇതേപോലെ ഒരു പാട്ട് വന്നിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഒരു മെസ്സേജാണ് ശരിക്കും. അത് പാട്ടുകളൊക്കെ എന്തിനൊക്കെ ഉപയോഗിക്കണം, എന്തിനൊക്കെ ഉപയോഗിച്ചിരുന്നു എന്നൊക്കെ പറഞ്ഞത്. എന്തിനേയും നമ്മൾ അതിൻ്റെ നന്മയെ മുൻനിർത്തിക്കൊണ്ട് ചെയ്താൽ അതൊരു ആർക്കും പരാതികൾക്കിടമില്ല എന്നുള്ളതിൻ്റെ ഒരു മെസ്സേജാണ് അദ്ദേഹം ചെയ്യുന്നത്. താങ്ക് യു ഫൈസൽ മാഷെ. അപ്പം ഒട്ടും താമസിപ്പിക്കാണ് നമുക്ക് മാർക്സ് അറിയാം. ഈ ഒരു മാർക്സ് ഡിപ്പെൻഡ് ചെയ്തിരിക്കും ശ്രുതി ഫൈനലിലേക്ക് പോവോ ഇല്ലയോ എന്നുള്ളത്. ലെറ്റ്സ് ചെക്ക്. ഷാൻ സർ? 27 on 30. Thank you ഷാൻ സർ. ഫൈസൽ മാഷെ? 27 again. Thank you ഫൈസൽ മാഷെ. രണത്ത? 27. Thank you sir. 8.5. 8.5 on 10. Thank you sir. ശ്രുതി 89.5 out of 100. നല്ല മാർക്സ് തന്നെയാണ്, കുഴപ്പമില്ല. എന്തായാലും നമുക്ക് റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. ഓൾ ദി ബെസ്റ്റ്. 14ാം രാവ് സീസൺ 4 സെമി ഫൈനൽ സ്റ്റേജ് കോമ്പറ്റീഷൻ ഇനി ഏതാനും പാട്ടുകൾ മാത്രമേ ഉള്ളൂ. അതിനുവേണ്ടി കാത്തിരിക്കുക. നമ്മുടെ ഫൈനൽസിലേക്ക് പോകാൻ പോകുന്ന 7 പേരിൽ നിന്ന് ഫൈനൽസിലേക്ക് പോകാൻ പോകുന്ന കണ്ടസ്റ്റൻസ് ആരൊക്കെയാണെന്ന് കാത്തിരുന്ന് കാണാം. ഗുഡ് നൈറ്റ്.